മോഡിഫൈഡ് 800 ആണ്. എന്തൊക്കെ മോഡിഫിക്കേഷനാണ് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെയിൻ പാർട്സ് എല്ലാം മെറ്റലിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയേഴ്സ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ 7 ഇഞ്ചിൻ്റെ LED ടൈപ്പ് റൗണ്ട് ഹെഡ്ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് സെൻട്രലായിട്ട് ഗ്രില്ല് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അത് വരുന്നത്. അതിന് താഴെയായിട്ട് മെറ്റലിൽ ഒരു പാർട്സ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. സെൻട്രലായിട്ട് ഗ്രിൽ ടൈപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും എലൻഗി ബോൾട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് സ്കേർട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്കിനെ വളരെയധികം അത് സ്വാധീനിക്കുന്നുണ്ട്. ബോണ്ടിലായിട്ട് 2 ക്ലിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റൈൽ പർപ്പസിന് വേണ്ടിയിട്ട്. 4 വീലുകൾക്ക് മുകളിലായിട്ട് ഫ്ലൻഡർ ഫ്ലയേഴ്സ് വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ 4 വീലും പുറത്തേക്ക് ഔട്ടാണ്. അത് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീൽ ആർച്ച് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഡ്രം കുറച്ച് പുറത്തേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 13 ഇഞ്ചിൻ്റെ മൈനസ് ടയേഴ്സാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ സെൻറ്ററിലെ നെറ്റുകളെല്ലാം ഫാൻസി നെറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവ് കളേഴ്സിലാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഡ്രമ്മിലാണെങ്കിൽ കുറച്ച് ലെറ്റേഴ്സും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു പ്രൈസ് ഇതിന് ചാർജ് വരുന്നത് വീലും ടയേഴ്സിനും കൂടെ ഒരു 20,000 രൂപയാണ് വരുന്നത്. വീൽ ആർച്ചിന് ഒരു 5,000 രൂപയോളം ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സൈഡ് മിറർ സ്പാർക്കിലൊക്കെ വരുന്ന ടൈപ്പ് ചെറിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടിയുടെ ഗ്ലാസ്സുകളിലായിട്ട് ഒരു ലൈറ്റ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ID മാത്രമാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല അതിൽ. നേരത്തെ പറഞ്ഞ ടൈപ്പ് നെറ്റുകളാണിത്. കൂടെ എയറിൻ്റെ അവിടെയും ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ മോഡിഫിക്കേഷനിൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ സൺറൂഫാണ്. ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റോട് കൂടിയ ഒരു സൺറൂഫ് ഈ വണ്ടിയുടെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഏറ്റവും പുറകിലായിട്ട് ഒരു സൈക്കിൾ കാരിയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത്. വേറെ പുറകിലെ ഒരു കാർബണിൻ്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പറയത്തക്ക വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് പുറകിലെ മോഡിഫിക്കേഷൻ അതിൻ്റെ ബമ്പറിൽ വരുന്നതാണ്. എക്സോസ്റ്റ് കുറച്ച് മോഡിഫൈ ചെയ്തിരിക്കുന്ന അതിൻ്റെ 2 വെച്ചിട്ടുണ്ട്. ഒരു മെഷും അതിന് വരുന്നുണ്ട്. വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഗിയറിൻ്റെ നോബ് ഒഴികെ വേറെ ഭാഗങ്ങളിലൊന്നും വലിയൊരു മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടില്ല. ഡാഷ്ബോർഡൊക്കെ ആ പഴയത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പക്ഷേ വണ്ടിയുടെ സീറ്റിംഗ് എല്ലാം വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് റെഡ് കളർ ഫിനിഷാണ് അതിന് കൊടുത്തിരിക്കുന്നത്. റൂഫും ഡോറിൻ്റെ പാഡും എല്ലാം സെയിം റെഡ് കളറാണ്. ഒരു മാറ്റ് ഫിനിഷിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. വണ്ടിയിലൊരു സ്പോർട്ടി ടൈപ്പ് സീറ്റ്സാണ് ഈ കാണുന്ന പോലെ വെച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 25,000 രൂപയോളം ചിലവ് വരും എന്നാണ് പറയുന്നത്. ഈ സീറ്റിനും ഡോർ പാഡിനും റൂഫിനും എല്ലാം കൂടെ. വണ്ടിയുടെ ഡിക്കിയിലൊന്ന് നോക്കാം നമുക്ക്. വണ്ടിയുടെ ഡിക്കിയുടെ മെയിൻ സ്പേസ് വൂഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ.
അതുകൊണ്ട് ഞാൻ എഞ്ചിൻ്റെ റൂം നിങ്ങൾക്ക് കാണിക്കുന്നില്ല ഇതിൽ. ഈ 800-നുള്ളൊരു പ്രത്യേകത ഭയങ്കര വിസിബിലിറ്റിയാണ്. ഞാനിരിക്കുന്ന ഈ സീറ്റിംഗ് പൊസിഷനിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് മാറ്റിയതുകൊണ്ട് ഓടിക്കുന്ന ടൈമിൽ ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ വണ്ടിയുടെ ടോട്ടൽ മോഡിഫിക്കേഷൻ കോസ്റ്റ് അറൗണ്ട് 1,25,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു നല്ല വണ്ടിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.